other day I was on the street. ഹലോ, ഇന്ന് ഞാനൊരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലറ്റ് കണ്ടോ, ഇതെങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, സ്റ്റാർട്ട് ചെയ്യാം. Time it was, we both let out a sigh as we've always done. As we turned to leave, we അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു വാലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്കിതിലൊരു സിബ്ബർ വേണം, അതുപോലെ തന്നെ മാഗ്നറ്റിക് ബട്ടൺ വേണം, ക്ലോത്ത് വേണം, സിസർ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വാലറ്റിന് വേണ്ടിയിട്ടുള്ള മെയിൻ ക്ലോത്ത് വേണം. അപ്പോൾ 35 സെൻറ്റിമീറ്റർ വീതിയും 50 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് ഇതുപോലെ ഒരു ക്യാൻവാസ് അറ്റാച്ച് ചെയ്യുക. ക്യാൻവാസ് എങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് അറിയാലോ. നമ്മുടെ അയൺ ബോക്സ് ചൂടാക്കിയിട്ട് അതിന് മീതെ വെക്കുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ചേർന്നിരിക്കും. പിന്നെ നമുക്കൊരു ലൈനിങ് തുണിയും വേണം, അതും സെയിം അളവിലുള്ളത്. ഇനി 5 സെൻറ്റിമീറ്റർ വീതിയും 33 സെൻറ്റിമീറ്റർ നീളവും ഇതുപോലെ സ്കെയിലിൽ അളന്നെടുക്കുക. കണ്ടോ, ഈ രണ്ട് സൈഡിലും, ഈ ക്ലോത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ അളന്നെടുത്ത് സ്കെയിൽ കൊണ്ട് ഇതുപോലെ വരച്ചെടുക്കുക. മനസ്സിലായല്ലോ? കാണുമ്പോൾ എന്തായാലും ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവുന്നുണ്ടാവും. എന്നിട്ട് ആ രണ്ട് പോർഷൻ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക. നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വാലറ്റ് നല്ല സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തുണിക്ക് നല്ലൊരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിങ്ങനെ കുഴഞ്ഞു കിടക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 2 പീസസും ഇതിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോർണറിലായിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ വീതിയിലും അതുപോലെ തന്നെ നീളത്തിലും ഇതുപോലെ 2 പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ചെറിയ ഇതുപോലത്തെയുള്ള കിണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കേർവ് ഷേപ്പ് ഉണ്ടല്ലോ, ആ 2 പോയിന്റ്സും കൂടെ ജോയിൻ ചെയ്തുപോലെ ഒരു കേർവായിട്ട് വരച്ചു കൊടുക്കുക. കണ്ടല്ലോ? അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടെ നടുക്കുന്ന് കണ്ടോ, ഇതിങ്ങനെ നടുക്കൂടി ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ സെയിം അളവ് തന്നെ നമുക്ക് അപ്പുറത്തും കിട്ടുമല്ലോ. നമുക്ക് ആ കേർവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ 2 എൻഡും കണ്ടോ ഒരുപോലെ കേർവായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ആ ലൈനിങ് തുണിയിലും ഇതുപോലെ അളവെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മെയിൻ തുണി ഉണ്ടല്ലോ, അതിങ്ങനെ നടുക്കൂടെ ജസ്റ്റ് ഒന്ന് മടക്കുക. അപ്പോൾ എന്നിട്ട് ഒന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലൈൻ പോലെ കിട്ടും. എന്നിട്ട് അവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 7 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. അപ്പോൾ നമുക്കവിടെ ഒരു പോയിന്റ് കിട്ടുമല്ലോ. ഇതുപോലെ തന്നെ ലൈനിങ് തുണിയിൽ അതും ഇങ്ങനെ നടുക്കൂടൊന്ന് മടക്കിയിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ലൈൻ കിട്ടും. അവിടുന്ന് താഴേക്ക് ഒരു 3 സെൻറ്റിമീറ്റർ അളന്നിട്ട് അവിടെ മാർക്ക് ചെയ്യുക. കാരണം ആ 2 പോയിന്റിൽ നമുക്ക് നമ്മുടെ മാഗ്നറ്റിക് ബട്ടൺ പിടിപ്പിക്കാനുണ്ട്. നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാനുള്ള ബട്ടൺ ഉണ്ടല്ലോ, അത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 2 പോയിന്റ് അവിടെ മാർക്ക് ചെയ്തത്. അപ്പം നല്ല ക്ലോത്തിൻ്റെ അവിടെ 7 സെൻറ്റിമീറ്റർ, താഴേക്ക് 7 സെൻറ്റിമീറ്ററും ലൈനിങ്ങിൻ്റെ അവിടെ 2 സെൻറ്റിമീറ്ററും. അപ്പോൾ അതിൽ ഏതൊക്കെ പോർഷൻ ഞാനത് രേഖപ്പെടുത്തിയത് നിങ്ങൾ കണ്ടല്ലോ. The other day I was on the street, I ran into a face it was good to see. We talked a couple hours and we missed all of the taxis. As we realized what time it was, we both let out a sigh as we've always done. As we turned to leave, we knew this wouldn't be the last one. No, because that's how it flows when you're with the ones you love the most. And even when it's time to go, we know what we know. ഇനി ലൈനിങ് തുണിയിൽ നമ്മൾ ആ ഒരു ബട്ടൺ പിടിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് ക്യാൻവാസിൻ്റെ ഒരു ചെറിയ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കാരണം ഒരു കട്ടി അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ കുറച്ചൊരു ലൂസായിട്ടിരിക്കും. അപ്പോൾ അത് കാരണം കട്ടിക്ക് വേണ്ടിയിട്ട് ക്യാൻവാസ് കൂടെ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. Whether here or heaven bound, we'll be seeing each other again, 'cause we're true friends. ഇനി ഈ വാലറ്റിൽ പോക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ക്ലോത്ത് വേണം. 22 സെൻറ്റിമീറ്റർ വീതിയും 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് തുണിയിൽ നിന്ന് തന്നെ മതി. പിന്നെ നമുക്ക് 22 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു സിബ്ബറും വേണം. അപ്പോൾ ആദ്യം നമ്മുടെ ക്ലോത്ത് നടുക്കുന്നൊന്ന് മടക്കുക. എന്നിട്ട് 2 സെൻറ്റിമീറ്റർ ഇടത്തു നിന്നും വലത്തേക്കും ഇതുപോലെ ഒരു പോയിന്റ് എടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്കും ഒരു 2 സെൻറ്റിമീറ്റർ എടുക്കുക. അപ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പോയിന്റ്സ് കിട്ടുമല്ലോ. അങ്ങനെ 2 പോയിന്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് അങ്ങോട്ട് വരയ്ക്കുക. We'll be seeing each other again, 'cause we're true friends. You know I'll
ഇനി ആ ലൈനിൽ നിന്നും 1 സെന്റിമീറ്റർ താഴത്തേക്ക് ഒരു പോയിന്റ് എടുക്കുക. രണ്ട് സൈഡിലും ഇതുപോലെ താഴത്തേക്ക് 1 സെന്റിമീറ്റർ എടുത്തിട്ട് അത് രണ്ടും കൂടെ ചേർത്തിട്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു റെക്റ്റാങ്കിൾ പോലെ അവിടെ കിട്ടും. അതിങ്ങനെ ചേർത്തിട്ട് വരയ്ക്കുക. Like a bookmark in the heart, we'll pick back up where we start. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ലൈനിങ് തുണി, അതായത് ബട്ടൺ അറ്റാച്ച് ചെയ്ത ലൈനിങ് തുണി എടുക്കുക. അപ്പോൾ അതിന്റെ കർവ് വരുന്ന ആ ഒരു പോർഷനിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 15 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ നമ്മുടെ പോക്കറ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. കണ്ടില്ല, അപ്പോൾ നടുവിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെയുള്ള പിൻസോ അല്ലെങ്കിൽ ക്ലിപ്സോ വെച്ചിട്ട് ആ തുണി അതുമായിട്ട് ചേർത്ത് അറ്റാച്ച് ചെയ്ത് വെക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോകത്തില്ല. ഇനി നമുക്ക് ഇപ്പം വരച്ച ആ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ അതിന് ചുറ്റും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. It was, we both let out a sigh as we've always done. As we turned to leave, we knew this wouldn't be the last one. No. ഇനി നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിന്റെ നടുക്കൂടെ ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കെയിൽ വെച്ചിട്ട് നടുക്കൂടെ ഇതുപോലത്തെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ രണ്ട് അറ്റത്തായിട്ട് ജസ്റ്റ് ഇങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കുക, ഇങ്ങനെ വൈ പോലെ. കണ്ടോ, ഈ ഒരു രീതിയിൽ. കാരണം ആ നടുക്ക് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അവിടാണ് നമ്മൾ സിബ്ബർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. We'll be seeing each other again, 'cause we're true friends. See, I'll always be around, whether here or heaven bound. We'll be seeing each other again, 'cause we're true friends. True friends. True friends. Oh, 'cause that's how it flows when you're with the ones you love the most. And even കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോത്ത് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അതെ, ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടെടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് നല്ലപോലെ ലെവൽ ചെയ്ത് അവിടെ വെക്കുക. ഇതിന്റെ ബാക്ക് സൈഡിൽ വെച്ചാണ് നമുക്ക് നമ്മുടെ സിബ്ബർ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈസിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി സിപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു വിടവ് കണ്ടോ, അത് അവിടേക്ക് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് ആ സിബ്ബർ ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ പിൻ വെച്ചിട്ട് അതിനെ നന്നായിട്ട് അവിടെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഇനി ഇതേ ചുറ്റിനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. Cause we never wonder why, if we'll be seeing each other again, cause we're true friends. ഇനി നമുക്ക് ഈ ക്ലോത്തിന്റെ ഈ ഒരു എൻഡ് സിബ്ബറിന്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത എൻഡുമായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ പിൻ വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഈ സൈഡിലും അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ടും കണ്ടോ, ഇവിടെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇത്രയും പോർഷൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് പോക്കറ്റായിട്ട് കിട്ടും. അപ്പോൾ ദേ വാലറ്റിലുള്ള ഒരു പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് തുണിയുടെ നമ്മൾ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലൈനിങ് തുണിയുടെ നല്ല പോർഷനും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ തുണിയുടെ നല്ല പോർഷനും രണ്ടും കൂടെ കറക്റ്റായിട്ട് ഇതുപോലെ ചേർത്ത് വെക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് ചുറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അവിടെ ഒരു ചെറിയ ഓപ്പണിങ് ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ? എവിടെയാണ് ഓപ്പണിങ് ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദേ ഇവിടെയാണ്. ഞാൻ പിന്നും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ അതേ ഒരു ഓപ്പണിംഗ് വിട്ടിട്ട് ബാക്കി എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഓപ്പൺ ചെയ്ത പോർഷൻ ഉണ്ടല്ലോ അതിലേക്കൂടെ ഇത് മറിച്ചെടുക്കുക. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കോർണർ പോർഷനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കുക. നമ്മൾ മറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു കോർണറൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എക്സ്ട്രാ ഉള്ള പീസസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി മറിച്ചെടുക്കുക. We'll be seeing each other again, 'cause we're true friends. You know I'll always be around. Wherever മറിച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. കണ്ടോ? അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടും. പിന്നെ നമ്മൾ ആ ഓപ്പൺ ചെയ്ത് വെച്ച പോർഷൻ ഉണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ താഴെയായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. in the heart. അപ്പോൾ ദേ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ഇല്ലേ ചെറിയ പോർഷൻ അത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരു സ്റ്റിച്ച് കൊടുക്കുക. We'll pick back up where we started, like a bookmark in the heart. അപ്പോൾ അതേ ആ രണ്ട് സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വലിയ കുറച്ചുകൂടെ നീളമുള്ള ഒരു പോർഷൻ കണ്ടോ അത് ഈ ഒരു രീതിയിൽ കണ്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കുക. രണ്ട് സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക. The other day I was on the street, I ran into a face it was good to see. We talked a couple hours and we missed അപ്പോൾ അതേ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നേരത്തെ സ്റ്റിച്ച് കൊടുത്തതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു കോർണർ ഉണ്ടോ ഈ ഒരു കോർണറും കൂടെ രണ്ടും കൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചേർത്ത് പിടിച്ചൊരു സ്റ്റിച്ച് അവിടെ കൊടുക്കുക. കണ്ടില്ലേ ഈ രീതിയിൽ. ഞാൻ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സ്റ്റിച്ച് കൂടെ ഇവിടെ കൊടുക്കുക. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത്. ഉള്ളിൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പോക്കറ്റ് അവിടെ കിട്ടും. കണ്ടോ? ഇവിടെ നമുക്ക് മൊബൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വാലറ്റാണ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റിംഗ് പരിപാടികൾ വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു കേവ് വരുന്ന പോർഷനിൽ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ അതിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ഒരു കല്ല് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ ഷേപ്പിലുള്ള ഒരു സ്റ്റോൺ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇങ്ങനെ പേൾസ് ഒക്കെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ലേസ് ഉണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ലേസ് ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു വാലറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ. seeing each other again, 'cause we're true friends.